الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ദർസുകളിൽ കൂടെ അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിലെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ ഭാഗങ്ങളിൽ കൂടെയായിരുന്നു കഴിഞ്ഞ സദസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഇറങ്ങി വരും. ഫലസ്തീനിലാണ് അദ്ദേഹം ഇറങ്ങി വരിക. 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരിക. ബൈന മഹറൂദത്തൈനി എന്ന് പറഞ്ഞൊരു വാക്ക് ഹദീസിൽ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചിരുന്നു. അതിന് കൃത്യമായ നിലക്ക് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ സദസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെനിക്ക് ഒരു തോന്നൽ. അതിൻ്റെ അർത്ഥം കാണാൻ നല്ല അഴകുള്ള കുങ്കുമച്ചായമൊക്കെ പൂശിയ ഏകദേശം ആ രൂപത്തിലുള്ള വളരെ സുന്ദരമായ 2 വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരിക എന്നാണ് ഹദീസിൽ വന്നത്. ഞാൻ ആ സമയത്ത് കഴിഞ്ഞ സദസ്സിൽ എന്താണ് കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ബൈന മഹറൂദത്തൈൻ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല അഴകുള്ള വളരെ ഭംഗിയുള്ള, ഏകദേശം പണ്ഡിതന്മാരത് വിശദീകരിച്ചു വരുമ്പോൾ ലൈറ്റ് കളർ, മഞ്ഞ നിറത്തിൻ്റെ ലൈറ്റ് കളറായിട്ട് സുന്ദരമായ ആ രൂപത്തിലാണ് അദ്ദേഹം ഇറങ്ങി വരിക വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. അങ്ങനെ ബാബുലുദ്ദി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ദജ്ജാലിനെ അദ്ദേഹം വധിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ പറയുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദ്യം വന്ന സമയത്ത് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളിൽ വന്ന ആ കാര്യങ്ങൾ മൊത്തത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് ആ സംഭവങ്ങൾ വിവരിക്കുന്നത് ചെറിയ നിരക്ക് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ഈ 10, 15, 20ഓളം ഏകദേശം വരുന്ന സഹാബികളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഏകദേശം മുത്തവാത്തിർ എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള നിലക്ക് വന്ന സംഭവമാണത്. അതോടുകൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ വിവരമുണ്ട്, അറിവുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ ഈ സംഭവങ്ങളൊക്കെ നിഷേധിച്ചതായിട്ട് കാണാൻ കഴിയും. അത് നിഷേധിക്കുക എന്ന് പറയുന്ന ഇത്തരം സഹീഹായ സ്വീകാര്യോഗ്യമായ ഹദീസുകൾ കൂടെ വന്ന സംഭവങ്ങൾ നിഷേധിച്ചാൽ, ന്യായീകരിച്ചാൽ ആ മനുഷ്യന്റെ വിശ്വാസത്തിന്, ആദർശത്തിന് പോലും അത് ബാധിക്കും എന്നുള്ളതാണ് സത്യം. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഹുവ യൻസിലു ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ല, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഇറങ്ങി വരും. വയഹ്കുമു ബിശരീഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈ ദീനനുസരിച്ച് അദ്ദേഹം ഭരണം നടത്തും. വയത്തബിഉൽ മുസ്ലിമൂൻ, അന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിനോട് പിന്തുടരും. വയുഫീദുൽ മാഉ ഫീ വഖ്തിഹി, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സമ്പത്തിന്റെ വിശാലത അനുഭവപ്പെടും. രാജ്യം സുരക്ഷിതമായിരിക്കും. ആളുകൾ പരസ്പരം മറ്റുള്ള ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഫഇന്നഹു ലാ യുഖ്ബലു മിനന്നാസി ഇല്ലൽ ഇസ്ലാം, അന്ന് ഇസ്ലാം എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാം അല്ലാതെ പിന്നെ സ്വീകരിക്കപ്പെടുകയില്ല. അതല്ലെങ്കിൽ പിന്നെ അവർ യുദ്ധത്തിന് വിധേയരാവേണ്ടി വരും, അതിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയാണുണ്ടാവുക. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ള ദീനുകളും ആദർശങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദീനുൽ ഇസ്ലാം അല്ലാത്തത് മുഴുവനും നശിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനത്തെ സുഭിക്ഷമായ ശത്രുക്കളിൽ നിന്നിട്ടുള്ള ആക്രമണങ്ങളും പരീക്ഷണങ്ങളും ദുരിതങ്ങളും നേരിടുമ്പോഴും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പ്രതീക്ഷയുടെ നാമ്പുകളും അതിന്റെ കിരണങ്ങളും അതിനെക്കുറിച്ചുള്ള സന്തോഷകരമായ റിപ്പോർട്ടുകളും അള്ളാഹുവിന്റെ റസൂൽ നൽകി. ഈ ഭൂമി ശത്രുക്കളായ ആളുകളും ദജ്ജാലും അവന്റെ അനുയായികളും ആധിപത്യം പുലർത്തുക എന്ന് പറയുന്നത് ഒരിക്കലുമില്ല.
അള്ളാഹുവിൻ്റെ ദീനിനെ പൂർണ്ണമായി ലോകത്തിൽ നിന്ന് നാമാവശേഷമാക്കാൻ ഈ പറയുന്ന ദുഷ്ടരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് സാധ്യവുമല്ല. അള്ളാഹു അത് നിലനിർത്തും. ആ ദീനനുസരിച്ച് പോകുന്ന മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും. ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആധിപത്യവും അവർക്ക് അള്ളാഹു അധികാരവും ഈ പറയുന്ന ദീനനുസരിച്ച് പോകാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞു, തീർന്നു, ഇനിയൊന്നൊരു പ്രതീക്ഷയില്ല എന്നൊരിക്കലും ആരും പറഞ്ഞ് ഈ ആദർശം കളഞ്ഞു കുളിക്കാൻ നിൽക്കരുതേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനും അതിൻ്റെ ആളുകൾക്കും ഈ ഭൂമിയിൽ വീണ്ടും ആധിപത്യവും സ്വസ്ഥതയും അവർക്കുള്ള അധികാരവും അവർക്കത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസുകളിൽ കൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് നൽകുന്ന സന്തോഷവാർത്തകൾ. കുരിശിനെ അദ്ദേഹം തകർക്കും, പന്നിയെ കൊല്ലും, ജിസിയ എന്ന് പറയുന്ന അഥവാ ഒന്നിരിക്കൽ ഇസ്ലാം സ്വീകരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ഭരണകൂടത്തിന് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇത് നൽകാം, മുസ്ലിം ഭരണാധികാരികൾക്ക് ഞങ്ങൾ സാമ്പത്തികം നൽകുക എന്ന് ആ സംഭവം ഒന്നിരിക്കൽ മുസ്ലിം ആവുക, അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുക എന്നുള്ളതാണ്. സ്വതക്ക എന്ന് പറയുന്ന ആളുകൾക്ക് സ്വതക്കക്ക് ആവശ്യമില്ലാത്ത നിലക്ക് ആളുകൾക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കും. ഷിർക്കോ കുഫറോ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ ആളുകൾ വിശ്വസിക്കും. ചില ആളുകൾ അദ്ദേഹത്തിന്റെ ആ ദീനിൽ അവർ സ്വയം ഇഷ്ടപ്രകാരം തന്നെ വിശ്വസിക്കും. ചില ആളുകൾ യുദ്ധവും അതിലുള്ള പരാജയം അനുഭവിച്ചതിന് ശേഷം നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് കടന്നുവരും. ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ ഏക അഭിപ്രായമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും എന്നുള്ളത്. സ്വഹീഹായ ധാരാളം ഹദീസുകളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, ഈ പറയുന്ന ആദർശം അതിൽ അഭിമാനത്തോടെ, അന്തസ്സോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടുകൂടെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതിലും അറിയുന്നതിലും പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ. അങ്ങനെ സുമ്മ യഅതി ഇലാ ഈസാ, ദജ്ജാലിനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൊന്നുകഴിഞ്ഞാൽ സുമ്മ യഅതി ഇലാ ഈസ ബനി മറിയമ അലൈഹി മാ അസ്സലാം ഖൗമുൻ ഖദ് അസമഹുമുല്ലാഹു വഹഫിളഹും മിൻ ശർരി ദജ്ജാലി വഫിത്നതി. ദജ്ജാലിനെ കൊന്നുകഴിഞ്ഞാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് യഥാർത്ഥ മുഅ്മിനീങ്ങളായ ദജ്ജാലിന്റെ ഷർറിലും ഫിത്നയിലും അകപ്പെടാത്ത മുഅ്മിനീങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഫയംസഹു ഈസാ അലൈഹിസ്സലാം അൻ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ നിന്ന് ഈസാ നബി തടഞ്ഞു വൃത്തിയാക്കി കൊടുക്കും. മാ അസ്വാബഹ മിൻ ഗുബാരി സഫരിൽ ഗസ്വി, അവർ യുദ്ധം ചെയ്ത് ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ച് ശാരീരികമായ അവശതകൾ അനുഭവിച്ചു വരുന്ന ആ മുഅ്മിനീങ്ങളെ അദ്ദേഹം അവരുടെ തലയും മുഖവുമൊക്കെ തടഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ സ്വീകരിച്ച് ആദരിക്കും എന്നർത്ഥത്തിൽ ഹദീസുകളിൽ വന്നതാണ്. മുബാലഗത്തൻ ഫീ ഇക്റാമിഹിം വലുത്ഫി ബിഹിം, അവരോട് ദയ കാണിച്ച്, അവരോടുള്ള ആദരവ് കാണിച്ച് അവരുടെ മുഖവും തലയൊക്കെ തടഞ്ഞ് അവരോട് പറയപ്പെടും അവർക്കുള്ള ബഹുമാനം, ആദരവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന കാലത്ത് ഇത്ര വലിയ ധിക്കാരിയായ ഖദ്ദാബ് കള്ളനായ ഈ ദജ്ജാലിനോട് പിടിച്ചു നിന്ന് ആദർശത്തിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച ബഹുമാനം, ആദരവ് എത്രയാണ് സ്വർഗത്തിൽ എന്നുള്ള സന്തോഷ വാർത്ത അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സുന്ദരമായ ഭരണത്തിന്റെ കീഴിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഔഹല്ലാഹു ഇലാ ഈസ ബനി മറിയം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു സന്ദേശം നൽകുകയാണ്. ആ സന്ദേശത്തിലുള്ള വഹയിലുള്ളത് ഇന്നി ഖദ് അഖ്റജതു ഇബാദല്ലി, ഞാൻ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഇതാ ഭൂമിയിലേക്ക് തുറന്നു വിടുകയാണ്. ഈ ഭൂമിയിലേക്ക് എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു വിഭാഗത്തിനെ ഞാൻ തുറന്നു വിടുകയാണ്. അവര് മറഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന്, അള്ളാഹു അവരെ മറച്ചുവച്ച ആ പ്രദേശത്തിൽ നിന്ന് മഹാനായ ദുൽഖർനൈൻ എന്ന് പറയുന്ന തൗഹീദിന്റെ ആദരവിന്റെ വക്താവായിരുന്ന മഹാനായ ആ രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത മനുഷ്യ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു സേവനം, മനുഷ്യ സമൂഹത്തിനോട് ചെയ്ത ഏറ്റവും വലിയൊരു സേവനം സൂറത്തുൽ കഹ്ഫിലൊക്കെ ആ ചരിത്രം വളരെ വ്യക്തമായി അല്പം വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം തടഞ്ഞുവെച്ച മതില് കെട്ടി തടഞ്ഞുവെച്ച ആ സൈന്യത്തിനെയാണ്, ആ സൃഷ്ടികളെയാണ് അള്ളാഹു തുറന്നുവിടാൻ പോകുന്നത്. അള്ളാഹു ഈസാ നബിയോട് പറയുന്നു, എൻ്റെ അടിമകളിൽപ്പെട്ട വിഭാഗത്തെ ഞാനിതാ തുറന്നുവിടുന്നു.
ലാ യദാനി ലി അഹദിൻ ബിഖിതാലിഹിം, അവരോട് യുദ്ധം ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല, കഴിവില്ല. നോക്കണം നമ്മൾ, മഹാനായ ഉലുൽ അസ്മിന്റെ കൂട്ടത്തിൽപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഈ ദജ്ജാലിനോട് പോലും പിടിച്ചു നിന്ന യഥാർത്ഥ മുഖലിസീങ്ങളായ സാദിഖീങ്ങളായ മുഅ്മിനീങ്ങൾ കൂടെയുണ്ട്. എന്നിട്ട് പോലും ഈ പറയുന്ന സൈന്യങ്ങൾ, ഈ ജനങ്ങൾ, ഈ സൃഷ്ടികൾ ഈ ഭൂമിയിൽ വരുമ്പോൾ അവരോട് പിടിച്ചു നിൽക്കാനോ യുദ്ധം ചെയ്തവരെ പരാജയപ്പെടുത്താനോ സാധ്യമല്ല എന്ന്. ഇതിൽ നമ്മൾ വലിയ പാഠങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. നല്ല തൗഹീദുള്ളവരാണ്, ഈമാനുള്ളവരാണ്, നമുക്കെന്തുകൊണ്ട് ആവേശം തുള്ളുന്ന ചില ആളുകൾ ഉണ്ടാകും. അങ്ങനെയല്ല, ചില സമയത്ത് അത്ര തൗഹീദും ഈമാനുള്ള സൈന്യങ്ങൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ പോലും കുഫാറുകൾ അതിലേറെ ശക്തരാണെങ്കിൽ അവിടെ അവരോട് യുദ്ധം ചെയ്ത് തകർന്ന് തരിപ്പണമാകുന്നതിലേറെ മറ്റു ചില ഹിക്മത്തുകൾ, മുസ്ലിമീങ്ങളുടെ സുരക്ഷയ്ക്ക് മറ്റു ചില പോംവഴികൾ അത് അന്വേഷിക്കുകയും ചെയ്യേണ്ടതുമുണ്ടാകും. ഭരണാധികാരികൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യും. അറിയാത്ത ആളുകൾക്ക് പല വിമർശനങ്ങളും മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് എന്നൊക്കെ പറയുന്നത് പോലെ പലരും പറയുമെന്നർത്ഥം. ലാ യദാനി ലി അഹദിൻ ബിഖിതാലിഹിം, അവരോട് യുദ്ധം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. യഅജൂജ് മഅജൂജിനെ അല്ലാഹു തുറന്നുവിടാണ്. അവർക്ക് ഈ ഭൂമിയിലേക്ക് വരാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ദുൽഖർനൈനി രാജാവ് അദ്ദേഹം ഈ പറയുന്നവരെ തടഞ്ഞുവെച്ച ആ സദ്ദും ആ മതിലും അതിന്റെ കെട്ടുറപ്പും അതിന്റെ ഭദ്രതയും അതൊക്കെ ഒന്ന് കേട്ടു നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ ഇരുമ്പിനാലുള്ള ആ കട്ടകൾ വെച്ചിട്ട് അത് ചൂടാക്കി പഴുപ്പിച്ചിട്ട് ചെമ്പ് ഉരുക്കിയിട്ട് ഒഴിച്ചുകൊണ്ട് എവിടെ ഉണ്ടെന്ന് അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് അവകാശപ്പെടാൻ, ഈ വലിയ വലിയ കാര്യങ്ങൾ അവകാശപ്പെട്ട് പറയുന്നവർക്ക് എവിടെയുണ്ട് ഇങ്ങനത്തെ ഒരു വർക്ക്, ഒരു കാര്യം ചെയ്ത് കാണിച്ചു തരാൻ? 4 ഇഷ്ടികന്റെ അതിലേക്ക് സിമെന്റിന്റെ 4 കട്ട വെച്ച് പാറപ്പൊടി കുറച്ച് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് 2 ഓട്ടോറിക്ഷയിൽ കൂടെ നടന്നാൽ ഞാനത് ചെയ്തു, ഞങ്ങൾ ചെയ്തു, പത്രത്തില്, മീഡിയകളില്, വീഡിയോകളില് വലിപ്പത്തരം. 5 ദിവസം കഴിഞ്ഞ് അത് പൊളിഞ്ഞു ചാടിയാ എടുത്തോലുമില്ല, കണ്ടോലുമില്ല, കേട്ടോലുമില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഈ പറയുന്ന മഹാനായ രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് ചില തഫ്സീറുകളിലൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലക്കാരനാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അദ്ദേഹം ഇബ്രാഹിം നബിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ള ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും. കൃത്യമായി അതിന്റെ രേഖകൾ അറിയില്ല. ചില തഫ്സീറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള മഹാനായ രാജാവായിരുന്നു. 1400 ചില്ലാനും വർഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. അദ്ദേഹം ഇത്ര ശക്തമായൊരു സേവനം ചെയ്തു വെച്ചു. ഇരുമ്പിനാലുള്ള ഇഷ്ടികന്റെ കട്ടകൾ അത് പഴിപ്പിച്ചിട്ട് ചെമ്പുരുക്കിയിട്ട് പറന്നിട്ട് കൃത്യമായി ഭദ്രമായൊരു കെട്ട് 2 മലയും കൂട്ടിയിട്ട് ഈ പറയുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ അതായിരുന്നു അദ്ദേഹം ചെയ്ത ആ സേവനം. ഇവർ ഏകദേശം തുർക്കിയുടെ, ചൈനയുടെ ആ ഭാഗത്താണ് എന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറയുന്നത്. തുർക്കിയുടെ, ചൈനയുടെ ആ ഭാഗത്ത്. തുർക്കികൾക്ക് തുർക്ക് എന്ന് പേര് പറയാൻ കാരണം ദുൽഖർനൈനി അവിടെ നിന്ന് മതിൽ കെട്ടുന്ന സമയത്ത് തുർക്കിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സമൂഹം ആ മതിലിന്റെ കെട്ടിന്റെ പുറത്തേക്ക്, ജനവാസമുള്ള ഈ ഭാഗത്തേക്ക് കടന്നു. അതുകൊണ്ട് തുർക്ക് എന്ന പേരവർക്ക് വന്നത്. അതിന്റെ അപ്പുറത്തുള്ള താർത്താരികള്, ചൈനക്കാരുടെ ആ ഭാഗത്തൊക്കെയുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇത് എന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറയുന്നത്. ഏകദേശം ആ ഭാഗത്താണ് ഇവരുടെ ഈ കെട്ടുള്ളത്, ആ മതിലുള്ളത് എന്ന്. അദ്ദേഹം തടഞ്ഞു വെച്ച യഅജൂജ് മഅജൂജ് ഈ ഭൂമിയിൽ വരികയാണ്. അതുകൊണ്ട് ഈസാ നബിയോട് അള്ളാഹുവിന്റെ കൽപ്പന യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി എന്നുള്ളതല്ല. ഫഹർറിസ് ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ അവരെ കൂട്ടുക, ഇല തൂരി സീനാ പർവ്വതത്തിലേക്ക്. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുന്ന ഭാഗത്തുള്ള സീന പർവ്വതം അറിയപ്പെട്ട പ്രസിദ്ധമായ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി അഭയം തേടിക്കോളി, ഇവർക്ക് നിങ്ങൾ ആക്രമിക്കാൻ കിട്ടാതെ. ഇതാണ് മഹാനായ ആ പ്രവാചകനോട്. അദ്ദേഹം റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്, നീതിമാനായി ഭരണം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികള് സ്വാദിഖീങ്ങളും മുഖലിസീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി ഇവരിൽ നിന്ന് അഭയം തേടി ആ മലയുടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ ഈ കൽപ്പന പ്രകാരം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെയും കൊണ്ട് തൂരി സീന പർവ്വതത്തിന്റെ മുകളിൽ അഭയം തേടി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെയും കൊണ്ട് ഈ പറയുന്ന യഅജൂജ് മഅജൂജ് അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, സകല വഴികളിൽ കൂടെ ഒഴുക്കായിരിക്കും അവര്. സകല വഴികളിൽ കൂടെ ഏതൊക്കെ മാർഗങ്ങളുണ്ട്, എവിടേക്ക് എങ്ങനെയൊക്കെ പോകാൻ കഴിയും, അങ്ങനെ ഒരു ഒഴുക്കായിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾ, മനുഷ്യ സമൂഹത്തിൽപ്പെട്ടവരാണ് ഈ അജൂജ് മഅജൂജ്. ദഈഫായ ബലഹീനമായ പല ഹദീസുകളിൽ കൂടെ അവരെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്.
സ്വഹീഹായ ഹദീസുകളുടെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് അവർ മനുഷ്യരാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. ഈ പറഞ്ഞതുപോലെ തുർക്കിയുടെയൊക്കെ ഏകദേശം ആ ഭാഗത്തുള്ള ആളുകളായിരുന്നു. അദ്ദേഹം ആ മതിൽ കെട്ടിയതിന്റെ ശേഷം തുർക്കിയിലുള്ള ഇന്ന് ജീവിക്കുന്ന ഈ മനുഷ്യ സമൂഹങ്ങൾ ഇപ്പുറത്തും അതിൻ്റെ അപ്പുറത്ത് ഈ പറയുന്ന ആളുകളും അകപ്പെട്ടു എന്നുള്ള മനുഷ്യരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്ത് വെച്ചതനുസരിച്ച് അവരതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഈ ലോകത്തേക്ക്, ഈ രാജ്യങ്ങളിലേക്ക് വന്ന് ഈ ഫസാദും കുഴപ്പമുണ്ടാക്കാൻ കഴിയാതെ. അങ്ങനെ ഫയമുറു അവൈലുഹും അലാ ബുഹൈറത്തി തബരിയ, അവർ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു ജനബാഹുല്യത്തിന്റെ ഒഴുക്കോടുകൂടെ അങ്ങനെ സഞ്ചരിച്ച് നമ്മൾ മുമ്പ് കേട്ട തബരിയ എന്ന് പറയുന്ന ആ തടാകത്തിന്റെ അടുത്തുകൂടെ പോകും. തബരിയ തടാകത്തിന്റെ ഏകദേശം വിശാലത നമ്മൾ കഴിഞ്ഞ ദർസിൽ വെച്ച് പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് തന്നെ 45 മീറ്ററോളം അതിന് ആഴമുണ്ട്, വെള്ളം അവിടെ ഉണ്ട് എന്നുള്ളത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ചെന്ന് ആ പ്രദേശത്തിൽ കൂടെ അവർ പോകുമ്പോൾ ഫയശ്റബൂന മാ ഫിഹ, അതിലുള്ള വെള്ളം അവർ കുടിച്ചു തീർക്കും. ഈ പറയുന്ന സൈന്യങ്ങൾ, ഈ പറയുന്ന സൃഷ്ടികൾ കുടിക്കും. ആദ്യം അവിടെ എത്തുന്ന ആളുകൾ ആ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. അതിലുള്ള വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പച്ചയും ഉണങ്ങിയതുമായിട്ട് പോകുന്ന സഞ്ചരിക്കുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവനും അവരകത്താക്കും. അവർക്കതിന് മാത്രം അത്യാവശ്യമുണ്ടാകും. അങ്ങനെ ആദ്യം പോയ ആളുകൾ അത് കുടിച്ചു തീർന്ന് അതിലുള്ള വെള്ളം മുഴുവനും കഴിഞ്ഞ് ഫയമുറു അലൈഹ ആഖിറുഹും, ആ സൈന്യങ്ങൾ, ആ സൃഷ്ടികളുടെ അവസാനത്തെ ആളുകൾ വരുമ്പോൾ അവർ പറയും, അവസാനത്തെ ആളുകൾ അവിടെ എത്തുന്ന സമയത്ത് പറയും, ഇന്നഹു കാന ഫിഹ മാഉൻ അവ്വൽ, ഇവിടെ മുമ്പ് വെള്ളമുള്ളതായിട്ട് തോന്നുന്നു. ഒരു തുള്ളി വെള്ളമില്ല, ഇവിടെ മുമ്പ് വെള്ളമുള്ളതായിട്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആദ്യം പോയവര് കുടിച്ചു എന്ന് പോലും ഈ അവസാനം പോകുന്ന ആൾക്ക് അറിയാതിരിക്കുമാർ ജനബാഹുല്യമുണ്ടാകും എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. മറ്റൊരു റിവായത്തിൽ പറയുന്നത് ഇന്നഹും യസീറൂന ഹത്താ യൻതഹു ഇലാ ജബലിൽ ഖംർ, ജമലുൽ ഖമർ എന്ന് പറയുന്നത് ഏകദേശം ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തുള്ള ഫലസ്തീനിലുള്ള ഒരു പർവ്വതമാണ്. അങ്ങോട്ടാണ് അവരുടെയും പോക്ക്. അവർ പറയും ലഖദ് ഖതൽനാ മൻ ഫിൽ അർദ്, പോകുന്ന വഴിക്കുള്ള സകല വസ്തുക്കളെയും, ജീവികളോ സസ്യങ്ങളോ കൃഷികളോ വെള്ളങ്ങളോ എല്ലാം കഴിഞ്ഞ് തീർത്ത് അങ്ങനെ പോയിട്ട് അവർ പറയും, ഭൂമിയിലുള്ളവരെ മുഴുവനും നമ്മൾ യുദ്ധം ചെയ്ത് തകർത്ത് നശിപ്പിച്ചു, ഇനി ആരും ഇവിടെ ഇല്ല. ഈസാ നബിയും മുഅ്മിനീങ്ങളും തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലുണ്ട്, അവർക്ക് ഇവരെ ഉണ്ട് എന്നുള്ള വിവരം അറിയൂല, അവർക്ക് ഇവരെ പിടിക്കാനും കഴിയൂല. അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി പാലിച്ച് ആ പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് മുഅ്മിനീങ്ങൾക്ക് സുരക്ഷയാണ്. ഇത്ര ശക്തരായ സൈന്യങ്ങൾ, ആൾക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിലും സുരക്ഷയാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളത്. അവർ പറയും, ഭൂമിയിലുള്ളവരൊക്കെ നമ്മൾ കൊന്നു, ഇനി ഇവിടെ ഭൂമിയിൽ ആരും ബാക്കിയില്ല, അതുകൊണ്ട് ഫഅഖ്ബിറു ഇലാ ഖിതാലി മൻ ഫിസ് സമാ, ആകാശത്തുള്ളവരോട് യുദ്ധം ചെയ്യേനി, അവിടെ ഉള്ളവരും കൂടി നശിപ്പിക്കുക. അഹങ്കാരികൾ, കുഫാറുകൾ, ഏറ്റവും വലിയ അതിക്രമകാരികളായ ഒരു സ്വഭാവക്കാർ, അവർ മുഴുവനും എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. ഈ പറയുന്നത് ഇന്നും അവർ ഫസാദാക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു, ദുൽഖർനൈൻ രാജാവിനോട് അവരുള്ള ആ പ്രദേശത്തിലുള്ള ആളുകൾ പറഞ്ഞ അവർ ഭൂമിയിൽ വല്ലാതെ ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്, കുഫാറുകളാണ് അവർ, മുഅ്മിനീങ്ങൾ അവരുടെ കൂട്ടത്തിലില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ട് ഫയർമൂന ബിനിബാലിഹിം ബിനുഷാബിഹിം, അതല്ലെങ്കിൽ അവരുടെ അമ്പുകൾ ആകാശത്തിലേക്ക് അവരെറിയും. അപ്പൊ അവർക്ക് പരീക്ഷണം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പക്ഷികളുടെ രക്തം അതിൽ പുരട്ടിയിട്ട് തിരിച്ച് മടക്കി അയക്കാൻ വേണ്ടി പറയും. അപ്പൊ അവർ പറയും, ആകാശത്തുള്ളവരോട് നമ്മൾ യുദ്ധം ചെയ്തു, പരാജയപ്പെടുത്തി, ഭൂമിയിൽ നമ്മുടെ ആധിപത്യമാണ്, ഇനി നമ്മളാണ് എന്നവർ പറയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളായ മുഅ്മിനീങ്ങളും തൂർ സീനാ പർവ്വതത്തിൽ അവരെ ഉപരോധിക്കപ്പെടും. പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയൂല അവരെ കൊണ്ട്, ഇവരുടെ ഫസാദ് കൊണ്ട്, ഷർറ് കൊണ്ട്. അവർക്ക് അവിടെ പറയത്തക്കുള്ള ഭക്ഷണമില്ല, പാനീയമില്ലാത്തൊരവസ്ഥയിൽ. ഈസാ നബി കൂടെയുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു നൽകുന്നതേ ലഭിക്കൂ. അവിടെ ഭക്ഷണം വേണ്ടതുപോലെയില്ല, പാനീയം വേണ്ടതുപോലെയില്ല. വയസ്സുലു ബിഹിം ഹദ്ദു നഫാദി അഗ്ദിയതിഹിം വതആമിഹിം, അവരുടെ ഭക്ഷണം, പാനീയങ്ങൾ, അവർക്കുള്ള വിഭവങ്ങൾ അതിങ്ങോട്ട് നശിച്ചിട്ട് അതിൻ്റെതായ കാഠിന്യം അവർക്ക് അനുഭവപ്പെടും. അവരാണെങ്കിൽ ഈ യജൂജ് മഅജൂജിന്റെ ഷർറ് കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ അവിടെ ഉപരോധിക്കപ്പെട്ടവരാണ്. ഹത്താ ലാ യൂജദു റഅ്സു സൗരി, ഒരു കാളയുടെ തല, കാള നമുക്കറിയാം, പശുവിന്റെ അതിന്റെ പുരുഷനായിട്ടുള്ള സാധനം കാള, അതിന്റെ ഒരു തല. സാധാരണ കൂടുതൽ അതിൽ മാംസം ഉണ്ടാവുകയില്ല, ആളുകൾ മാംസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം തലക്ക് കൊടുക്കുകയില്ല. അങ്ങനത്തെ ഒരു കാളയുടെ തല അവർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ ഒരു വിഭവമായിട്ട് അവർക്ക് അനുഭവപ്പെടും. ഏറ്റവും വലിയ ഒരു വിഭവമായിട്ട്, ഏറ്റവും വലിയ ഒരു ഭക്ഷണമായിട്ട് അത് അവർക്ക് അനുഭവപ്പെടും. അങ്ങനത്തെ ഒരു ഗതികേട്. അപ്പൊ ആ ഒരു പ്രയാസം അവർക്കുണ്ടെങ്കിൽ മറ്റുള്ള വിഭവങ്ങളുടെ അതിന്റെ പ്രയാസങ്ങൾ, അതിന്റെ കുറവ്, അതുകൊണ്ടുള്ള വിശപ്പ്, ബുദ്ധിമുട്ട് എത്രയായിരിക്കും അത് സൂചിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്.
അങ്ങനെ ഫയർഗബു നബിയുല്ലാഹി ഈസാ വ അസ്ഹാബുഹു ഇലല്ലാഹ്, ആളുകൾ ഈസാ നബിയോട് ഞങ്ങൾക്ക് ഫുഡ് തരി, ഭക്ഷണം തരി എന്നല്ല പറഞ്ഞു. ഖുറാഫികൾ പഠിപ്പിക്കണ മാതിരി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ, ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം തരി, പരാതി അദ്ദേഹത്തിനോടല്ല. ഈസാ നബിയും മുഅ്മിനീങ്ങളായ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അള്ളാഹുവിലേക്ക് അവരുടെ ആഗ്രഹങ്ങളും ആശകളും ആവശ്യങ്ങളും അത് ഉയർത്തും എന്നുള്ളത്, അള്ളാഹുവിനോട് പറയും എന്നുള്ളതാണ്. ഫയർഗബു നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വമൻ മഅഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അള്ളാഹുവിനോട് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയും. ഫയതളറഊന ലഹു വയദ്ഊന, അള്ളാഹുവിനോട് അവർ കേണപേക്ഷിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യും സങ്കടപ്പെട്ട്. ഖുറാഫികളായ ആളുകൾ ഇതുപോലത്തെ ഹദീസുകളൊന്ന് കേട്ട് പഠിച്ചു നോക്കേണ്ടതാണ്. ഇങ്ങനത്തെ പ്രയാസം പിടിച്ച സമയത്ത്, ഇത്തരം ദുരിതമുള്ള സമയത്ത് യഥാർത്ഥ മുവഹ്ഹിദീങ്ങൾ മുഅ്മിനീങ്ങൾ അവർ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അവരുടെ ആവശ്യങ്ങൾ ഉയർത്തുക എന്നുള്ളത്. അള്ളാഹുവിനോട് അവരോട് ദുആ ചെയ്യും, അള്ളാഹുവിനോട് അൻ യർഫഅ അൻഹും ഹാദൽ ബല, ഈ ഒരു വിപത്ത് അള്ളാഹുവെ ഒന്ന് ഉയർത്തി തരണം. വയദ്ഊനഹു ബിൽ ഫറജ് മിൻ ഹാദിഹിൽ മുഹാസറത്തി വൽ മജാഅ, ഈ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന്, ഈ ഒരു ഉപരോധത്തിൽ നിന്ന് ഒരു മോചനം അള്ളാഹു ആശ്വാസം ഞങ്ങൾക്ക് നൽകണമെന്ന് ദുആ ചെയ്യും. അപ്പൊ ഫയുർസിലുല്ലാഹു അലാ യഅജൂജ വമഅജൂജ വയുസല്ലിതു അലൈഹിം അന്നഗഫ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തര ജനബാഹുല്യമുള്ള, ധിക്കാരവും അഹങ്കാരവും ഫസാദുമുള്ള മനുഷ്യ സമൂഹത്തിന് നേരിടാനും എതിർക്കാനും കഴിയാത്ത ഇവരെ മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നഗഫ് എന്ന് പറയുന്ന പുഴുക്കളെ അള്ളാഹു പറഞ്ഞയക്കും, ആധിപത്യം കൊടുക്കും. നോക്കണം, നമ്മൾ ശത്രുഭാഗത്തുള്ള ആളുകൾ ശക്തരാണ്, കരുത്തരാണ്, നമ്മൾ നിസ്സഹായരാണ്. മുഅ്മിനീങ്ങളായ മുവഹ്ഹിദീങ്ങളായ ആളുകൾ, അള്ളാഹുവുമായുള്ള ബന്ധം പുലർത്തുന്ന ആളുകൾ ഏത് സമയത്തും ശക്തരും കരുത്തരുമാണ്. അള്ളാഹുവിന് അവന്റെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താനും കഴിയും. അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളായ ആളുകൾ ഏതു വലിയ അഹങ്കാരികളാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന് അവരെ പിടികൂടാനും കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ യഅജൂജ് മഅജൂജിന്റെ മേൽ നഗഫി എന്ന് പറയുന്ന ഒരു പുഴുവിനെ അള്ളാഹു ആധിപത്യം നൽകി പറഞ്ഞയക്കും. നഗഫി എന്ന് പറയുന്ന പുഴു സാധാരണ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും മൂക്കിലാണ് അത് വരലി എന്നാണ് അറബികൾക്ക് അത് പരിചയമുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മൃഗത്തിന് ചികിത്സ ഫലം ചെയ്യാതെ അത് നശിച്ച് ചത്തുപോകലാണ് സാധാരണ പതിവ്. അങ്ങനെ ഈ പുഴു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇവരുടെ പെരടികളിലാണ് ഈ പറയുന്ന പുഴുക്കളെ ആധിപത്യം കൊടുത്തുകൊണ്ട് ചെന്ന് പറഞ്ഞയക്കല്. ആ പുഴുക്കൾ അവിടെ പെരടികളിലാണ് ഇവര്. അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുഅ്മിനീങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചത് ഫലമായിട്ട് ആ പുഴുവന്ന് ഫയുസ്ബിഹൂന ഫർസ, അവർ മുഴുവനും കൊല്ലപ്പെട്ട ശവങ്ങളായിട്ട് മാറും. ആ പുഴുക്കൾ ഇവരെ നശിപ്പിക്കും. അങ്ങനെ പിന്നെ അവര് അഹങ്കാരം കാര്യങ്ങളും അവരുടെ ആയുധങ്ങളും ഒന്നും അവർക്ക് ഫലം ചെയ്യാതെ അവർ മുഴുവനും ചത്ത് ദുഷിച്ച ഈ പറയുന്ന ജീവൻ നഷ്ടപ്പെട്ട ചലനമറ്റവരായി അവർ മാറും. ഫർസ ഖത്ല, കൊല്ലപ്പെട്ടവർ. കമൗത്തി നഫ്സിൻ, ഒരൊറ്റൊരു വ്യക്തി അവിടെ മരിക്കുന്നത് പോലെ ഇത്ര വലിയ ആ സമൂഹം ഒറ്റ പ്രാവശ്യം ഒന്നടങ്കം അവര് നശിച്ചു പിരിഞ്ഞു പോകും എന്നുള്ളതാണ്. ഐ അന്നഹും യമൂതൂന കുല്ലുഹും കമൗത്തി നഫ്സിൻ വാഹിദ, ഒരൊറ്റ വ്യക്തി മരിച്ചതുപോലെ മൊത്തത്തിൽ എല്ലാവരും അത് നശിച്ചു പോകും. ഈ പറയുന്ന യഅജൂജ് മഅജൂജിന്റെ ഈ നാശത്തിന്റെ ശേഷം യഹ്ബിത്തു നബിയുല്ലാഹി ഈസാ വ അസ്ഹാബുഹു മിൻ ജബലി തൂരി ഇലൽ അർദ്, അവരുടെ നാശത്തിന്റെ ശേഷം തൂരി സീന പർവ്വതത്തിൽ നിന്ന് ഈസാ നബിയും മുഅ്മിനീങ്ങളും താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരും. ഫലാ യജിദൂന ഫിൽ അർളി മൗളിഅ ശിബ്രിൻ ഇല്ലാ മലഅഹു സഹമഹും വനതനുഹും, ഭൂമിയിൽ ഒരു ചാണ് സ്ഥലം ഒഴിവുണ്ടാവുകയില്ല. അതിന് മാത്രം എല്ലാ പ്രദേശങ്ങളിലും ഇവരുടെ ദുർഗന്ധവും ഇവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഭൂമിയിൽ. അത് വേറെ പ്രയാസം. ഇവരാക്രമിക്കുന്നില്ലെങ്കിലും അവരുടെ ദുർഗന്ധം, അതേപോലെ തന്നെ അവരുടെ ശവങ്ങൾ കൊണ്ട്. വീണ്ടും ഫയർഗബു നബിയുല്ലാഹി ഈസാ വ അസ്ഹാബുഹു ഇലല്ലാഹ്, ഈസാ നബിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളും അള്ളാഹുവിനോട് താഴ്മ ചെയ്ത് ദുആ ചെയ്യും ഈ പറയുന്ന വിപത്തിൽ നിന്ന് ഒരാശ്വാസം നൽകാൻ. അപ്പൊ ഫയുർസിലുല്ലാഹു അലാ മൗതാ യഅജൂജ മഅജൂജ ത്വയ്റൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം പക്ഷികളെ പറഞ്ഞയക്കും. ആ പക്ഷികൾ ഹദീസുകളിൽ വന്നത് തുവാലിൽ അയനാഖി വഗിലാദുഹ, അതിന്റെ കാലുകളും കഴുത്തുകളും വളരെ നീളമുള്ള വലിയ ഒരു സൈസ് പക്ഷികൾ ഈ പറയുന്ന ശവശരീരങ്ങളെ ഉയർത്തി പൊക്കിക്കൊണ്ടുപോകാൻ. അയനാഖിൽ അൽ ബുഖ്ത്, ഒട്ടകങ്ങളുടെ കഴുത്തുകളെ പോലെ, അതുപോലെ തജാനുബാഹുകളായ ഒരു സൈസ് വിഭാഗം പക്ഷികളെ. അങ്ങനെ ആ പക്ഷികൾ ഫതഹ്മിലുഹും, ഈ ശവങ്ങളെ മുഴുവനും ചുമന്നു കൊണ്ടുപോയി. ഫതതുറഹുഹും ഹൈതു ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോയിടും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി നവാസ് ഇബ്നു സിംആൻ എന്ന് പറയുന്ന സഹാബി പ്രമുഖരിന് റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസുകളാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായത് വിശ്വസിക്കാനും അത് സത്യമാണ് എന്ന് അംഗീകരിക്കാനും തയ്യാറാകുന്നവരുമാണ്.
മറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകമായ വിശേഷണങ്ങളിൽ പെട്ടതുമാണ്. അങ്ങനെ ഈ ശവങ്ങൾ കൊണ്ടുപോയി, പക്ഷികൾ കൊണ്ടുപോയി വൃത്തിയാക്കിയതിന്റെ ശേഷം യുർസിലുല്ലാഹു മതറൻ, അള്ളാഹു ഒരു മഴയെ അയക്കും. ലാ യകുന്നു മിൻഹു ബൈതു മദരിൻ വലാ വബരിൻ, മണ്ണിനാലുള്ള ഭവനങ്ങളോ അതല്ലെങ്കിൽ രോമങ്ങൾ കൊണ്ട്, മൃഗങ്ങളുടെയൊക്കെ രോമങ്ങൾ കൊണ്ടുള്ള ടെന്റുകൾ പോലത്തെ അതൊന്നും തന്നെ ഒഴിവാക്കുകയില്ല. ഈ മഴ അവിടെ മുഴുവനും അത് ചെന്നെത്തും. എല്ലാ സ്ഥലങ്ങളിലും ചെന്നെത്തുന്ന ശക്തമായ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കും. അങ്ങനെ ഫയഗ്സിലു മാഅൽ മതരി അൽ അർള വയുനദ്ദിഫുഹ, അല്ലാഹു ഈ പറയുന്ന വെള്ളം കൊണ്ട് ഭൂമിയെ കഴുകി വൃത്തിയാക്കും. ഈ പറയുന്ന ശവശരീരങ്ങളുമില്ല, അതിന്റെ ദുർഗന്ധങ്ങളുമില്ല, അതിന്റെ അവശിഷ്ടങ്ങളുമില്ലാതെ. ഹത്താ യത്റുകഹ കസ്സൽഫ, കണ്ണാടി പോലെ തിളങ്ങുന്ന വൃത്തിയുള്ള ഭൂമിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മാറ്റും. ഈ പറയുന്ന വെള്ളം എല്ലാ സ്ഥലങ്ങളിലും എത്തി വൃത്തിയുള്ള പ്രദേശങ്ങളായി ഭൂമിയെ കണ്ണാടി പോലെ തിളങ്ങുന്ന വൃത്തിയുള്ള പ്രദേശങ്ങളാക്കി ആ മഴ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. ആ മഴ കാരണം അല്ലാഹു മാറ്റും. ഈ പറയുന്ന യഅജൂജ് മഅജൂജിന്റെ എണ്ണങ്ങൾ, അവരുടെ ബാഹുല്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീസുകളിൽ ചില വാക്കുകൾ വന്നിട്ടുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലുണ്ട്. ഈ പറയുന്ന ഹദീസിന്റെ തന്നെ ചില ഭാഗങ്ങളിൽ നവാസ് ബിൻ സുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറയുന്ന ഇവരുടെ കയ്യിലുണ്ടാകുന്ന ആയുധങ്ങൾ, അമ്പ്, വില്ല്, പരിച, മറ്റുള്ള ആയുധങ്ങളൊക്കെ, ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നു, ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ കണ്ടുപിടിച്ച ഈ ഉപകരണങ്ങളും ആയുധ ഉപകരണങ്ങൾ, സാധനങ്ങൾ സമൂഹത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകുമെന്നുള്ളത്. ആളുകൾ വീണ്ടും പഴയ കാലത്തുള്ള ഉപകരണങ്ങളിലേക്ക് തിരിച്ചു പോകും. ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ആധുനികമായ ഉപകരണങ്ങൾ അത് ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകും. അങ്ങനെ പിന്നെ പഴയ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന അമ്പ്, വില്ല്, വാള്, കുന്തം പോലത്തെ ആയുധങ്ങൾ, ആ പറയുന്നതിലേക്ക് ജനങ്ങൾ തിരിച്ചു പോകുമെന്നൊക്കെ ഹദീസിൽ ചില പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. ആളുകൾ നവാസ് ബിൻ സുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയൂഖിദുൽ മുസ്ലിമൂൻ. അങ്ങനെ ഈ പറയുന്ന യഅജൂജ് മഅജൂജ് അവർ നശിപ്പിക്കപ്പെട്ടു. അവരുടെ കയ്യിലുണ്ടാകുന്ന ആയുധങ്ങൾ ഉണ്ടാകും. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമ്പുകൾ, വില്ലുകൾ, അതേപോലെ തന്നെ അവരുടെ പരിചകൾ, ആ പറയുന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ 7 വർഷം അവര് വിറകായിട്ടത് ഉപയോഗപ്പെടുത്തും. 7 വർഷത്തോളം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വിറകായിട്ട് ആളുകൾ, മുസ്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തും. അതിന് മാത്രം ജനബാഹുല്യം, അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു വിഭാഗം ആളുകളായിരിക്കും ഇവർ എന്ന് ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ദുൽഖർനൈനി ഇവരെ തടഞ്ഞു വെച്ച ആ ഒരു കെട്ട്, ആ മതില്, അതിനെക്കുറിച്ച് യഹ്ഫിറൂനഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഇവർ അത് തുറന്നുകൊണ്ടേയിരിക്കും പുറത്ത് ചാടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അവരവിടെ നശിച്ചു കിടക്കേ, ഉറങ്ങിക്കിടക്കേ, തകർന്ന് തരിപ്പണമായി കിടക്കൽ. അവർക്ക് നേതൃത്വമുണ്ട്. ആ നേതാവിന്റെ കീഴിൽ ദിനം പ്രതി അവർ വന്ന് ഈ പറയുന്ന മതില് അത് തുറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹത്താ ഇദാ കാദു യഖ്റിഖൂനഹു, അവരതിന് ഓട്ട തുളച്ച് പുറത്തേക്ക് ചാടാൻ ഇങ്ങനെ അടുത്താകുന്ന സമയത്ത് ഖാലല്ലദി അലൈഹിം, അവരുടെ അമീറായി, നേതാവായിട്ടുള്ള ആൾ, നായകനായിട്ടുള്ള വ്യക്തി പറയും, ഇർജിഉ, ക്ഷീണിച്ചു, കുഴങ്ങി, ഇന്ന് സമയം വൈകി, മടങ്ങിപ്പോയി. ഫസതഖ്റിഖൂനഹു, അത് നാളെ വന്നിട്ട് നമുക്ക് തുറക്കാം എന്ന് പറയും. കുറെ ആയിട്ടുണ്ടല്ലോ വർക്ക്, നാളെ കുറഞ്ഞ ഭാഗം തുറന്ന് പുറത്ത് ചാടായെന്ന്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുഈദുഹു അല്ലാഹു കഅശദ്ദി മാ കാൻ, ഇന്നലെ അവർ തുടങ്ങിയപ്പോൾ എങ്ങനെ അതുപോലെ പൂർണ്ണമായ ലെവലിൽ അത് വീണ്ടും അടച്ച് ആ പറയുന്ന മതിലിനെ സംരക്ഷിക്കും. അപ്പോ രണ്ടാമത്തെ ദിവസം വന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം ചെയ്ത ആ പണി തല മുതൽ തന്നെ തുടക്കത്തിൽ അവർ ചെയ്യും. അങ്ങനെ ഹത്താ ഇദാ ബലഗ മുദ്ദതഹും വ അറാദല്ലാഹു അൻ യബ്അസഹും അലന്നാസ്, അല്ലാഹു അവർക്ക് കണക്കാക്കിയ സമയം, ഈ ലോകത്ത് അവർ പ്രത്യക്ഷപ്പെടാനും പുറത്തു കടക്കാനും കണക്കാക്കിയ ആ ദിവസം വരുമ്പോ ഖാലല്ലദി അലൈഹിം, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ പറയും, ഇർജിഉ, മടങ്ങിപ്പോയി, ഇന്ന് പോവുക. ഫസതഖ്റിഖൂനഹു ഗദൻ ഇൻഷാ അല്ലാഹ് വസ്തസ്നാ, ആ ദിവസം ആ വ്യക്തി പറയും, നാളെ നമുക്കത് ബാക്കിയുള്ള ഭാഗം തുറന്ന് പുറത്ത് കടക്കുക ഇൻഷാ അല്ലാഹ് എന്നുള്ള വാക്ക് ആ മനുഷ്യന്, ആ വ്യക്തിക്ക് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകും പറയും. അങ്ങനെ അവർ പോകും. പിറ്റേ ദിവസം ഫയർജിഊൻ, പിറ്റേ ദിവസം അവർ മടങ്ങി വരുന്ന സമയത്ത് ഫയജിദൂനഹു കഹൈഅതിഹി ഹീന തറകൂഹു, ഇന്നലെ അവർ എവിടെയാണോ തുറന്നെത്തിയത്
അതേ രൂപത്തിൽ ആ പറയുന്ന ദ്വാരം അവിടെ നിലനിൽക്കും. ഫയഖ്രിഖൂനഹു, ബാക്കിയുള്ള ഭാഗം ആ ദിവസം അവർ തുരക്കും. വയഖ്റുജൂന അലന്നാസ്, ഈ ഭൂമിയിൽ അവരങ്ങനെ പുറത്തു വരും അല്ലാഹു കണക്കാക്കിയ ആ സമയത്ത്. ഫയസ്തഖൂനൽ മിയാഹ, വെള്ളം കുടിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടി കതച്ച് ആളുകൾ അവരെ കണ്ട് പേടിച്ചു പോയി. കാണുന്ന വഴിയിലുള്ള ആളുകളെ മുഴുവൻ ആക്രമിച്ച് മറ്റുള്ള വസ്തുക്കൾ മുഴുവനും അവർ എടുത്ത് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ ഒരു വെള്ളപ്പാച്ചിൽ പോലത്തെ അവസ്ഥയിൽ അവർ ഈ ഭൂമിയിൽ സഞ്ചരിക്കും എന്ന് പറയുന്ന ഈ ഹദീസ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹിലേക്ക് സഹീഹാണ് എന്ന് പറഞ്ഞ് ഈ ഹദീസ്. വേറെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മുൽ മുഅ്മിനീൻ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈഹ, ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവേശിച്ചു. പേടിച്ചാളായിട്ട് ഫസിഅൻ, എന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർറിൻ ഖദ് ഖതറബ്. അറബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് എന്ന് ഉദ്ദേശിച്ചത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ സ്വാഭാവികമായിട്ടും അനറബികളായി ജനിച്ചാലും അറബിയൊക്കെ പഠിച്ച് അവർ യഥാർത്ഥ അറബികളാകും. അറബി എന്ന് പറയുന്ന ഭാഷ പഠിക്കാൻ അതിന് മാത്രം പ്രയാസമൊട്ട് ഇല്ല താനും. അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അറബികളല്ലാത്ത ആളുകൾ, അനറബികളായ നാട്ടിലുള്ള ആളുകൾ അവർ കഷ്ടപ്പെട്ട് അറബി പഠിച്ച് അവർ എഫേർട്ട് എടുത്ത് അധ്വാനിച്ച അറബികളായി. അള്ളാഹുവിന്റെ ബഹുമാനവും ആദരവുമാണത്. നേരെ മറിച്ച് അറബി നാടുകളിൽ അള്ളാഹു അവർക്ക് ജനിക്കാൻ അവസരം കൊടുത്തിട്ട് ഈ അറബിൻ കാര്യം അറിയാതെ ഉമ്മീകളായി അനറബികളായി ചില ആളുകൾ മാറും ചെയ്തു. അതവിടെ അധപ്പതനമാണ് എന്ന് പറഞ്ഞു. അറബി ഭാഷ എന്ന് പറയുന്നത് ദീനിന്റെ ഭാഷയാണ്. അത് പഠിക്കുക എന്ന് പറയുന്നത് അതിന് മാത്രം പ്രയാസമുള്ളൊരു കാര്യമല്ലതാണ്. ഈ ഹദീസിലൊക്കെ വന്നത് വൈലുൽ ലിൽ അറബി മിൻ ശർറിൻ ഖദ് ഖതറബ എന്ന് പറഞ്ഞാൽ അറബികൾ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾ അവർക്ക് നാശം വരാനിരിക്കുന്നു, അടുത്തു വരുന്ന നാശം. എന്താണ് ആ നാശം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? ഫുതിഹർ അൽ യൗമ മിൻ റദ്മി യഅജൂജ് വമഅജൂജ് മിസ്ല ഹാദിഹി. യഅജൂജ് മഅജൂജിന്റെ ആ മതിൽ, അവരെ തടഞ്ഞു നിർത്തിയ ആ തടസ്സം അതിൽ നിന്ന് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വഹല്ലഖ ബി ഉസ്ബഇഹി അൽ ഇബ്ഹാമി വല്ലതി തലിഹ, തള്ളവിരലും അതിനോടടുത്ത സബ്ബാഹ വിരലും കൂട്ടിപ്പിടിച്ചിട്ട് യഅജൂജ് മഅജൂജിന്റെ ആ ദ്വാരത്തിന് തുറക്കപ്പെട്ടു. അവിടെ ദ്വാരമുണ്ടായിട്ടുണ്ട്. അവര് ഈ ഭൂമിയിൽ വരിക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഉള്ള വലിയ ഒരു ഷർറാണ്, വിപത്താണ്. വിപത്ത് നമ്മൾ കണ്ടു കേട്ടു എന്ന് പറഞ്ഞു. അപ്പോ സൈനബ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീന സ്വാലിഹൂൻ, നല്ല ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള സ്ഥിതിക്ക് നമുക്ക് നാശം വരുമോ, ഇങ്ങനത്തെ വിപത്തും ദുരിതമൊക്കെ വരുമോ, സംശയം ചോദിച്ചു ഉമ്മ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബസ്, വൃത്തികെട്ടത് കൂടുതലുണ്ടെങ്കിൽ, ഭൂരിപക്ഷം കൂടുതൽ വൃത്തികെട്ടതാണ്, കുറഞ്ഞ ആളുകളെ നല്ലവരുള്ളൂ എന്നുള്ള അങ്ങനത്തെ ഒരു കാലഘട്ടം സമൂഹം വരുമ്പോൾ വിപത്തുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനത്തെ വിപത്തുകൾ വരും എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ വിപത്തുകൾ വരും. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്നവരെ കുറിച്ച് പറഞ്ഞത് ഇതാണ്: ഇവര് അവസാന കാലഘട്ടത്തിൽ വരുന്നവരാണ്. അവര് ഏകദേശം ഈ ചൈന, തുർക്കിയ ആ പറയുന്ന പ്രദേശങ്ങളുടെ അവിടെയാണ് ഇവരെ തടഞ്ഞ് ഭദ്രമാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയാണ്. മഹാനായ ദുൽഖർനൈനി എന്ന് പറയുന്ന ആ രാജാവാണ് ഈ പറയുന്ന സേവനം മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ അദ്ദേഹം ചെയ്തു പോയത്. തൗഹീദുള്ള മഹാനായ ഒരു രാജാവ്, നീതിമാനായിരുന്നു. തുർക്കികൾ ഈ പറയുന്ന കെട്ടിന്റെ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് തുർക്ക് എന്ന് പറയുന്ന ആ അറബി വാക്കുകൾ തന്നെ താവും റാവും കാഫും കൂടുന്ന ആ വാക്കുകൾ വന്ന് ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അവർ പുറത്ത് ആയതുകൊണ്ടാണ് പേരിൽ അവർ അറിയപ്പെട്ടത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചില ഫത്വകൾ ഇതിന് സംശയമായി ആളുകൾ ചോദിച്ചാൽ അതിന് പറഞ്ഞുകൊടുത്ത ഫത്വകൾ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ എണ്ണം എത്രയാണ്, ഏകദേശം ഇവരുടെ എണ്ണം എത്രയാണ്? സഹിഹായ ഹദീസുകളിൽ അതിനെക്കുറിച്ച് വന്ന ഒരു ഭാഗം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഖാല യഖൂലുല്ലാഹു തആല യാ ആദം, ഖിയാമത്ത് നാളിലുള്ള ഒരു സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു, നമ്മുടെ പിതാവിനെ വിളിച്ചു. യാ ആദം, അപ്പൊ അദ്ദേഹം പറഞ്ഞു ലബ്ബൈക വസഅദൈക വൽ ഖൈറു ഫി യദൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് വീണ്ടും വീണ്ടും ഞാൻ ഉത്തരം ചെയ്യുന്നു, പൂർണ്ണമായി നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ ഏത് സമയം സന്നദ്ധനാണ്, തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹു അദ്ദേഹത്തിനോട് പറയും അഖ്രിജ് ബഅസന്നാർ, നരകത്തിക്കുള്ള മക്കളെ, നിന്റെ സന്താനങ്ങൾ നരകത്തിക്കുള്ള ആളുകളെ അങ്ങോട്ട് തെരഞ്ഞെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരെ, നരകത്തേക്ക് അവർ കൊണ്ടുപോയിടാനാണ്.
പിതാവിനോടാണ് പറയുന്നത്. ധിക്കാരികളും കുഫാറുകളുമായ മക്കളെക്കുറിച്ച് പറയാണ്, അവർക്കുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടി അവരെ പുറത്തേക്ക്. അപ്പോ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുക, മാ ബഅസുന്നാരി, അള്ളാഹുവെ നരകത്തിലേക്ക് അയക്കാനുള്ള മക്കളെ കൂട്ടത്തിൽ ആരാണ്, എന്താണത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മിൻ കുല്ലി അൽഫിൻ തിസ്ഉമിഅത്തിൻ വതിസ്അത്തുൻ വതിസ്ഊൻ. എല്ലാ 1000 ആളുകൾ കൂടിയാലും അതിൽ 999 പേര് നരകത്തിക്കാണ്. ആദം നബിയുടെ സന്താനങ്ങളിൽ നിന്ന് 1000 ആളുകൾ എങ്ങനെ ഐറ്റം തിരിച്ചു മാറ്റി നിർത്തിയാൽ ഒരാൾ സ്വർഗത്തേക്ക്, ബാക്കി 999 ആളുകൾ നരകത്തേക്ക്. മഹ്ശറയിൽ ഈ പറയുന്ന സംഭാഷണം അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരായ നമ്മളെല്ലാവരും അത് കേൾക്കുന്ന നിലക്ക് അള്ളാഹു നടത്തുകയാണ് പിതാവിനോട്. മഹാനായ ആ പിതാവ് അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഇത്രയും ആളുകൾ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്ന ആ വിവരം അള്ളാഹുവിൽ നിന്ന് അറിയാണ്, കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻദഹു യശീബു സഗീർ. അപ്പോഴാണ് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അവരുടെ തലമുടി നരച്ചു പോകുക. താങ്ങാൻ കഴിയാത്ത വിവരം, തലക്ക് ചൂട് കയറിയിട്ട് സഹിക്കാൻ കഴിയാതെ. നമുക്കറിയാം, ചില ശാരീരികമായിട്ട് ചില താങ്ങാൻ കഴിയാത്ത ചിന്തകളും ടെൻഷനുകളും പ്രയാസങ്ങളും വന്നാൽ ചില ആളുകൾക്ക് മുടി നരക്കും പ്രായമാകുന്നതിൻ്റെ മുമ്പ്, ചില ആൾക്ക് മുടി കൊഴിയും പ്രായമാകുന്നതിൻ്റെ മുമ്പ്. ഇങ്ങനത്തെ വിഷയങ്ങൾ താങ്ങാൻ കഴിയാത്തൊരു വിവരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ചെറിയ കുട്ടികളുടെ മുടികൾ പോലും നരച്ചു പോകും. ഗർഭിണികളായ സ്ത്രീകൾ അറിയാതെ പ്രസവിച്ചു പോകും. ഗർഭിണികളായ സ്ത്രീകൾ മഹ്ശറിൽ വരും. അപ്പൊ അവർ അറിയാതെ പ്രസവിച്ചു പോകും. സൂറത്തു സുൽസിയ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഹജ്ജിന്റെ ഒക്കെ തുടക്കത്തിൽ പറഞ്ഞ ആയത്തുകൾ, വതറന്നാസ സുകാറ, ആളുകൾ അവിടെ ലഹരി പിടിച്ചവരായിട്ട് എന്ത് ചെയ്യും, ചിന്തിക്കാൻ കഴിയാതെ, ആലോചിക്കാൻ കഴിയാത്ത വാർത്ത വിവരം ഈ പറയുന്ന കൂട്ടത്തിൽ 999 കൂട്ടത്തിൽ ഏത് നിമിഷവും നമ്മൾ ഓരോരുത്തരും പെടാവുന്നതേ ഉള്ളൂ. ഒരാൾ മാത്രമാണ് സ്വർഗത്തിലേക്ക്. വതറന്നാസ സുകാറ വമാഹും ബിസുകാർ. യഥാർത്ഥത്തിൽ ലഹരി പാനീയങ്ങൾ, വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പിടിച്ചതല്ല അവർക്കുള്ള ഈ പറയുന്ന മത്ത് ലഹരി. വലാകിന്ന അദാബല്ലാഹി ശദീദുൻ, അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. അങ്ങനത്തെ ഒരു വിവരമാണ് അവിടെ കേൾക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. അപ്പോ സഹാബികൾ ഇത് കേട്ടപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഅയ്യുനാ ദാലിക്കൽ വാഹിദ്. 999 ആളുകളും ഈ മനുഷ്യരിൽ നരകത്ത് കാണുകയെ ആ ഒരാൾ രക്ഷപ്പെടുന്ന വ്യക്തി ഞങ്ങളിൽപ്പെട്ട ആരായിരിക്കും? നമ്മളിൽപ്പെട്ട ആരാണ്? എന്ത് ചെയ്തോൻ? ഏത് വിശേഷണങ്ങളുള്ള ആള്, ഏത് ഗുണമുള്ള ആള്, ആരാണ് രക്ഷപ്പെട്ട ആള്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളി, നിങ്ങൾ സന്തോഷിച്ചോളി, പേടിക്കല്ലേ. സമാധാനിപ്പിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ മുൻഗാമികളായ സലഫുകൾക്കും സന്തോഷ വാർത്തയെക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്ന മിൻകും റജുലുൻ, നിങ്ങളിൽപ്പെട്ട ഒരാള് സ്വർഗത്തിക്ക, വമിൻ യഅജൂജ വമഅജൂജ അൽഫ്. ചില റിവായത്തുകൾ 999, മൊത്തം 999 ആളുകൾ, 1000 ആളുകൾ. അതിൽപ്പെട്ട 999 ഈ യഅജൂജ് മഅജൂജിൽ നിന്നാണ്, കുഫാറുകൾ. ആ പറയുന്നവർ ഒരാള് ഈ പറയുന്ന സദ്ദിന്റെ പുറത്ത് ഉള്ള മനുഷ്യരിൽ നിന്നുള്ള മുഅ്മിനീങ്ങളും. മറ്റുള്ള കുഫാറുകൾ അതിൽപ്പെടും സ്വാഭാവികമായിട്ടും. ഏതാണെങ്കിലും ആ യഅജൂജ് മഅജൂജിന്റെ കൂടെ നരകത്തിലേക്ക് കുഫാറുകൾ പോകും. മറ്റുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ഈ പറയുന്ന 1000ൽ ഒരാൾ എന്ന് പറയുന്നവർ ഇവരുമാകും. എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണം അതിന് മാത്രമുണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ അത് മനസ്സിലാക്കി തരുന്നത് കൂടിയായ ഒരു ഹദീസാണ് ഈ സംഭവം. അവരിൽപ്പെട്ട 999 ആള്. തുമ്മഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായ സഹാബികളെ സമാധാനിപ്പിച്ച് അവരുടെ വഴി പിന്തുടരുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുവഹിദീങ്ങളെ സന്തോഷിപ്പിച്ച് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, വല്ലദീ നഫ്സി ബിയദി, ഏതൊരുത്തന്റെ കയ്യിലാണ് എന്റെ നഫ്സ് അവൻ തന്നെയാണ് സത്യം. ഇന്നി അർജു അൻ തകൂനു റുബ്അ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ 4/1 നിങ്ങളാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഉമ്മത്തുകൾ, അവരിൽപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ ബാക്കിയുള്ള ഭാഗം, സ്വർഗത്തിന് 4 ഭാഗം തിരിച്ച് അതിൽപ്പെട്ട 4/1 നിങ്ങളാകുമെന്ന്. വീണ്ടും നബി അപ്പൊ ഫകബ്ബർന, ഞങ്ങൾ അല്ലാഹു അക്ബർ, പ്രതീക്ഷയ്ക്ക് വകണ്ട്, അധ്വാനിച്ചാൽ നേടാവുന്നതാണ്, അള്ളാഹു തൗഫീക്ക് നൽകിയാൽ രക്ഷപ്പെടുന്നുള്ള ആ ഒരു സമാധാനത്തിന്റെ ഞങ്ങൾ തക്ബീർ പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അർജു അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന, സ്വർഗത്തിനെ 3 ഭാഗമാക്കിയാൽ അതിൽപ്പെട്ട 1 ഭാഗത്തിന്റെ അവിടെയുള്ള കവർ ചെയ്യുന്ന ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾ നിങ്ങളാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദീന്, അവിടുത്തെ സഹാബത്ത് മുൻഗാമികൾ കാണിച്ചു തന്ന ആ വഴി ഒരാൾ കൃത്യമായി അത് പാലിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടെ 2 കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പാലിച്ച് ഇത്ര വലിയ ആ ഭീഷണി, പേടിപ്പെടുത്തുന്ന ആ സംഭവം, അതിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്നുള്ളതും,
യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നവരുടെ എണ്ണം അതിന് മാത്രം ജനബാഹുല്യം അവർക്കുണ്ടാകും എന്നുള്ളതും ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം തന്നു. ثم قال പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ പകുതി എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് നിങ്ങളാകും എന്നാണ് എന്റെ പ്രതീക്ഷ. റസൂലിന്റെ പ്രതീക്ഷ അത് ഹക്കാണ്, സിദ്ഖാണ്, അത് പുലരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന സ്വർഗത്തിന്റെ അവകാശികളാകാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ആ വഴി മാർഗം നമ്മൾ സ്വീകരിക്കണം. ആ മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗം വഴി നമ്മൾ സ്വീകരിക്കും. ഫഖബ്ബർന, ഞങ്ങൾ അപ്പോൾ തക്ബീർ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻതും ഫി. അപ്പോൾ ഒരാൾക്ക് സംശയം തോന്നും, മനുഷ്യന്മാര് റസൂൽ ഉമ്മത്താണ് ധാരാളം, മറ്റുള്ള ആളുകളൊക്കെ കുറവാണ്. അങ്ങനല്ല. മാ അൻതും ഫിന്നാസി ഇല്ലാ കശഅറത്തി സൗദാഇ ഫി ജിൽദി സൗരിൻ അബിയൽ. മനുഷ്യന്മാരെ അപേക്ഷിച്ച്, മറ്റുള്ള മനുഷ്യരെ അപേക്ഷിച്ച്, ഈ പറയുന്ന ഒന്നിരിക്കൽ യജൂജ് മൗജൂജ് ഇതിൽ പെടും, അതല്ലെങ്കിൽ അവരല്ലാത്ത മറ്റുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തിനെ അപേക്ഷിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ വെളുത്ത ഒരു കാളയുടെ തൊലിയിൽ കറുത്ത ഒറ്റപ്പെട്ട അവിടെ ഇവിടെയും കാണുന്ന രോമങ്ങളെ പോലെയുള്ളൂ. ഔ കശഅറത്തിൻ ബൈളാഅ ഫീ ജിൽദി സൗരിൻ അസ്വദ്, അതല്ലെങ്കിൽ കറുത്ത ഒരു കാള, അതിന്റെ ശരീരം തൊലി മുഴുവനും കറുത്തതാണ്, അതിൽ ഒറ്റപ്പെട്ട അവിടെ ഇവിടെയും കാണുന്ന വെളുത്ത രോമങ്ങളെ പോലെയുള്ളൂ നിങ്ങൾ. ഒരുപാടുണ്ടായിട്ടല്ല, പക്ഷേ മറ്റുള്ള ആളുകൾ ഈ പറഞ്ഞ യജൂജ് മഅജൂജ് പോലെ ധാരാളം ഉണ്ടാകും. ബഹുഭൂരിഭാഗവും പറയുന്ന നരകത്തിലേക്ക് പോകുന്നവരാണ്. അങ്ങനെ സ്വർഗത്തിന്റെ പകുതി ഭാഗത്ത് താമസിക്കുന്ന ആ ഒരു തൗഫീഖ്, ആ ഒരു ഫളല് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നൽകുമെന്ന്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞതുപോലെ യജൂജ് മഅജൂജിനെ കുറിച്ച് അതിൽ വന്ന ഭാഗങ്ങൾ, ദുൽഖർനൈനി എന്ന് പറയുന്ന മഹാനായ അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ, അദ്ദേഹം നബിയാണ്, അതല്ല രാജാവാണ്, നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. തൗഹീദുള്ള ആളായിരുന്നു, അതിന്റെ ദഅവത്ത് നടത്തിയ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ, കാര്യങ്ങൾ, വഴികളും അതിനുള്ള സംവിധാനങ്ങളും അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ് സൂറത്തുൽ കഹ്ഫിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സൂര്യൻ ഉദിക്കുന്ന പ്രദേശത്തും അസ്തമിക്കുന്ന പ്രദേശത്തും ഈ പറയുന്ന യജൂജ് മഅജൂജിനെ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്ന പ്രദേശത്തും അദ്ദേഹം ചെല്ലുകയാണ്. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന രണ്ട് കെട്ട് അഥവാ രണ്ട് പർവ്വതത്തിനെയും കൂട്ടി കെട്ടി മതിലുകൊണ്ട് തടഞ്ഞു നിർത്തിയ ആ പ്രദേശത്ത് ദുൽഖർനൈനി എത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ, അതിന്റെ ആ പ്രദേശത്ത് അദ്ദേഹം ഒരു ജനങ്ങളെ കണ്ടു, ഒരു വിഭാഗം ജനങ്ങളെ കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഒരു രൂപത്തിലുള്ള ആളുകൾ, ഒന്നിരിക്കൽ ഭാഷാപരമായിട്ട്, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പരിമിതി കാരണമായിട്ട് അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്കും അവരുടെ പറഞ്ഞ ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത നിലക്കുള്ളൊരു സൈസ് വിഭാഗം ആളുകൾ, അത്രയും ഗ്രാമീണരായ, അത്രയും മറ്റുള്ള വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത, സാമൂഹികമായിട്ട് വളരെ പിന്തി നിൽക്കുന്ന ആ നിലക്കൊക്കെയുള്ള ഒരു വിഭാഗം ആളുകൾ അവരെ കണ്ടു. അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞു, യാ ദുൽഖർനൈൻ. ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവിന് ആദരണീയനായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യങ്ങളും സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും ഇടപെട്ട് നോക്കുമ്പോൾ പെരുമാറ്റങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നവർക്ക് മനസ്സിലായി. ഇന്ന യഅജൂജ വ മഅജൂജ, ഇന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളും സൗകര്യങ്ങളും അധികാരങ്ങളും കഴിവുകളൊക്കെ കൊടുത്ത് അതുകൊണ്ട് ബലഹീനരായ നിസ്സഹായരായ ആളുകൾ ആക്രമിക്കുന്ന, അവരുടെ വിഭവങ്ങൾ അനീതിയോടുകൂടെ പിടിച്ചു വാങ്ങുന്ന ധിക്കാരികളോ അക്രമകാരികളോ അതിക്രമകാരികളോ അങ്ങനത്തെ സ്വഭാവക്കാനോ ആയിരുന്നില്ല മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന യഅജൂജ വ മഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്, ഈ പറയുന്ന മനുഷ്യ സമൂഹങ്ങൾ അവർ ഭൂമിയിൽ വല്ലാതെ ഫസാദുണ്ടാക്കുന്നുണ്ട്. നന്മ അവരെക്കുറിച്ച് പറയാനേ അല്ല. ആ പ്രദേശത്ത് ജീവിക്കുന്ന മറ്റുള്ള മനുഷ്യരെ അതികഠിനമായ നിലയ്ക്ക് പീഡിപ്പിക്കുന്ന, ആക്രമിക്കുന്ന, ഫസാദ് മാത്രം ചെയ്യുന്ന വിഭാഗമുണ്ട്. അതുകൊണ്ട് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വ ബൈനഹും സദ്ദാ, അവർക്ക് സംസാരിക്കാനും വാളിനും കൂടുതൽ കഴിവും പ്രാപ്തിയില്ലെങ്കിലും ഇതിനുള്ള പരിഹാരം പോംവഴി എന്താണ് എന്ന് അവർക്കറിയുമായിരുന്നു ആ പാവങ്ങളായ ആളുകൾക്ക്. അവരദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊരു സംഭാവന, ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ട് ഞങ്ങളുടെയും ഇവിടെ ഇടയിൽ നിങ്ങളൊരു മതിൽ കെട്ടിയിട്ട് ഒന്ന് തിരിച്ചു തരണം. ഞങ്ങളുടെ നാട്ടിലേക്ക്, പ്രദേശത്തിലേക്ക് അവർക്ക് കടക്കാൻ പറ്റാത്ത നിലക്കുള്ള ഒരു മതിൽ കെട്ടിയിട്ട് സംരക്ഷണം നിങ്ങൾ ഭിത്തി ഉണ്ടാക്കി തരണം.
അതിന് ഞങ്ങൾ നിങ്ങൾക്ക് സംഭാവന ഒരുക്കി തരും ചെയ്യാന്നുള്ളത്. കാശെടുത്ത് തന്നോളി, നമ്മളതിൽ അങ്ങനെയല്ല. അദ്ദേഹം ആ സമയത്ത് അവരോട് പറഞ്ഞത് അഴിമതിയോ അതല്ലെങ്കിൽ മറ്റുള്ളവരത് അവിഹിതമായിട്ട് നേടുകയോ അതിനോടുള്ള ആർത്തിയോ ഒന്നുമല്ല. മഹാനായ ആ രാജാവ് പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തോ കാര്യങ്ങളോ അതെനിക്ക് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും എനിക്കതിൽ തന്ന കഴിവും പ്രാപ്തിയും അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സേവനം ചെയ്തു തരാൻ തയ്യാറാണ്. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വത്തിൻ. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന സൗകര്യം, ചെയ്തു തന്ന വിഭവങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഫഅഈനൂനി ബിഖുവ്വ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കായികമായ ശക്തി കൊണ്ട് സഹായികളായി നിങ്ങളൊപ്പമുണ്ടാവണം. ന്യായമായ ഒരാവശ്യമാണ്. കഴിയുന്ന ജോലി തൊഴിൽ നിങ്ങളും ചെയ്തു തരണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിന് കൃത്യമായ പരിഹാരം എന്താണ്, അവർക്കിങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത നിലക്ക് എങ്ങനത്തെ ഒരു മതിലാണ്, ഒരു തടസ്ഥമാണ് അവിടെ ഉണ്ടാക്കേണ്ടത് എന്ന് കൃത്യമായി, എന്ത് ശക്തമായ, എന്ത് ആദരണീയമായ എഞ്ചിനീയറിംഗ് ആണ്. എവിടെയുണ്ടെന്ന് ലോകത്തിൻ്റെ അറിവിൽ ഇങ്ങനത്തെ ഒരു മതിലോ സംവിധാനങ്ങളോ? ഇരുമ്പിൻ്റെ കട്ടകൾ, ഇഷ്ടികകൾ അത് പഴിപ്പിച്ചിട്ട് ചെമ്പ് ഉരുക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ഗ്യാപ്പുകൾ അടച്ചത് ഉണ്ടോ എവിടെയെങ്കിലും ലോകത്തിങ്ങനെ? മഹാനായ ഈ രാജാവ് ചെയ്തതുപോലത്തെ എന്ത് ആധുനികത്തിന്റെ അപ്പുറത്തുണ്ടെങ്കിൽ അതുപോലത്തെ സംവിധാനത്തോടു കൂടെയുള്ള ഒരു മതില് അദ്ദേഹം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അള്ളാഹു എനിക്ക് നൽകിയ സൗകര്യങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്താം, നിങ്ങളുടെ കായികമായി ശാരീരികമായി എനിക്ക് നിങ്ങൾ സഹായിച്ച് കൂടെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അവർക്ക് ഈ പറയുന്ന ശക്തമത്തായ ഒരു മതില് അവിടെ ഒരുക്കി ഉണ്ടാക്കി കൊടുത്തു. ആ ഉണ്ടാക്കി കൊടുത്ത മതില് പൂർത്തിയാക്കിയതിന്റെ ശേഷം അഹങ്കാരം കൊണ്ടോ ധിക്കാരം കൊണ്ടോ, എന്റെ കഴിവ് കൊണ്ട്, എന്റെ പവർ കൊണ്ട്, എന്റെ സൈന്യത്തിന്റെ ഹുങ്ക് കൊണ്ട് ഒന്നും പറയാതെ പൂർണ്ണമായ താഴ്മയോടെ വിനയത്തോടെ മഹാനായ ആ രാജാവ് പറഞ്ഞത് ഹാദാ ഖുൽ. എന്താണ് പറഞ്ഞത് അദ്ദേഹം? ആ പറഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്താണ് ഹാഫിളി? ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ഇത് എൻ്റെ റബ്ബിന്റെ റഹ്മത്താണ്. അവന്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ടാണ് ഈ ഒരു സേവനം, ഈ ഒരു ഖിദ്മത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഒരു മതില് കെട്ടിപ്പൊക്കി സംരക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅ. അല്ലാഹുവിന്റെ തീരുമാനവും അവന്റെ കൽപ്പനയും അത് വന്നു കഴിഞ്ഞാൽ ഈ മതിലിനെ പൊട്ടി തകർത്ത് തരിപ്പണമാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്റെ ഈ ഭദ്രമായ കെട്ടുറപ്പോടുകൂടെ ഏറ്റവും നല്ല അറിഞ്ഞ് കൃത്യതയോടെ ചെയ്തത് കാലാകാലം നിലനിൽക്കൽ. അള്ളാഹുവിന്റെ തീരുമാനം എപ്പോൾ വന്നോ ഇത് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. ഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅ വകാന വഅദു റബ്ബി ഹഖ്ഖാ. വകാന വഅദു റബ്ബി ഹഖ്ഖാ. എന്റെ റബ്ബിന്റെ വാഗ്ദാനങ്ങൾ, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഏതാണെങ്കിലും അത് പൂർണ്ണമായി സത്യമാണ്. ഈ ലോകത്ത് നടക്കും എന്ന് പറഞ്ഞതാണെങ്കിലും പരലോകത്ത് നടക്കും എന്ന് പറഞ്ഞതാണെങ്കിലും ആ കാര്യങ്ങൾ മുഴുവനും കൃത്യമായി സത്യമായി അത് പുലരുക തന്നെ ചെയ്യും എന്ന് മഹാനായ ആ രാജാവ് ആ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ് താഴ്മ പ്രകടിപ്പിച്ചു, വിനയം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ആധിപത്യവും അധികാരവും നൽകിയതിന് അദ്ദേഹം അവിടെ താഴ്മ കാണിച്ചു, വിനയം കാണിച്ചു. അതാണ് മുഅ്മിനീങ്ങളുടെ അടയാളവും ലക്ഷണവും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറഞ്ഞു, ലയുഹജ്ജന്നൽ ബൈതു വലയുഅ്തമറന്ന ബഅദ ഖുറൂജി യഅജൂജ വമഅജൂജ്. യഅജൂജ് മഅജൂജ് ലോകത്ത് വന്നതിന്റെ ശേഷവും അവർ നശിച്ചതിന്റെ ശേഷവും മഹത്തായ കഅബ ശരീഫിലേക്ക് ആളുകൾ ഹജ്ജിന് പോകും, ഉംറക്കും പോകും. അന്ന് മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അത് നടക്കും ചെയ്യും. പ്രത്യേകമായ കുറച്ച് കാലഘട്ടങ്ങളിൽ ദജ്ജാല്, യഅജൂജ് മഅജൂജ് പോലത്തെ ഫിത്നകൾ, പോലത്തെ ദുരിതങ്ങൾ ഈ ലോകത്ത് വരും എന്നുള്ളതുള്ളൂ. അതിന്റെ ശേഷവും ത്വാഅത്തുകളും സൽക്കർമ്മങ്ങളും ഹജ്ജും ഉംറയും അതൊക്കെ ഈ ഭൂമിയിൽ നടക്കും ചെയ്യും. അങ്ങനെ യഅജൂജ് മഅജൂജ് നശിപ്പിക്കപ്പെട്ടു, അവരുടെ ശർറിൽ നിന്ന് സുരക്ഷിതമായി. അതിന്റെ ശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികൾ ഭൂമിയിൽ വന്നു. അല്ലാഹു തആല മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയെ കഴുകി വൃത്തിയാക്കി. അതിന്റെ ശേഷം യഅ്മുറുല്ലാഹു അസ്സ വജല്ല അൽ അർദ്, ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കും, അൻ തുംബിത അഷ്ജാറഹാ വതിമാറഹാ, അതിലുള്ള മരങ്ങളും സസ്യങ്ങളും ചെടികളും അതിനെ മുളപ്പിക്കാനും
അതിൻ്റെ പഴങ്ങളും കായ്കനികളും പൂർവാധികം അനുഗ്രഹത്തോടെ ബറക്കത്തുകൾ നിറഞ്ഞ നിൽക്ക് നൽകാൻ വിശാലമായിട്ട്. വഅൻ തുറദ്ദ ബറകതുഹാ മിമ്മ യന്തഫിഉ ബിഹി അൽ ഇൻസാനു വൽ ഹയവാനു വത്വയ്ർ. ആ പഴങ്ങളും അതിൻ്റെ കായ്കനികളും ധാന്യങ്ങളും അത് മനുഷ്യർക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും മറ്റുള്ള ജീവികൾക്കും ഉപകാരപ്രദമായ നിലക്ക് അതിൻ്റെ ഖൈറാത്തുകളും അതിൻ്റെ ബറക്കാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നൽകാൻ ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കും. ഫയൗമഇദിൻ തഅകുലുൽ ഇസാബ, ഒരു സംഘം മനുഷ്യന്മാർ, അൽ ഇസാബ എന്ന് പറഞ്ഞാൽ അൽ ജമാഅത്തു മിനന്നാസ്, ഒരു സംഘം ആളുകൾ, ആൾക്കൂട്ടം അവർ കഴിക്കും. മിൻ സമറത്തി റുമ്മാനത്തി അൽ വാഹിദ, ഒരൊറ്റ റുമ്മാൻ പഴത്തിൽ നിന്ന് വലിയ ഒരു കൂട്ടം ആളുകൾക്ക് കഴിക്കാൻ മാത്രമുള്ള പഴങ്ങൾ അതിൻ്റെ വൃക്ഷത്തിൽ, അതിൻ്റെ മരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തായിക്കൊണ്ട് നൽകും. വയശ്ബഊന മിൻഹാ ലികിബരിഹാ, അവർക്ക് വയറ് നിറക്കാൻ മാത്രം, അവർക്ക് വിശപ്പ് മാറാൻ മാത്രം അതിൽ നിന്ന് കഴിക്കാനുണ്ടാകും. വദാലിക മിൻ ബറക്കത്തിൽ അർളി, ഭൂമിയിൽ നിന്നുള്ള ബറക്കത്ത് കാരണമാണത്. വയസ്തളില്ലൂന മിൻ ഹർരി ശംസി ബിഖിഹ്ഫിഹാ, അതിൻ്റെ തോല്, ഓട്, റുമ്മാൻ പഴം നിങ്ങൾക്കറിയും, അതിൻ്റെ ഓടുണ്ടാകും. അതുകൊണ്ട് ഒരു സംഘം ആളുകൾക്ക് സൂര്യത്തിൻ്റെ വെയിലിൽ നിന്ന് നിഴലായിട്ട് സ്വീകരിച്ച് ഒരു ടെന്റ് പോലെ ഉപയോഗിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഒരു ടെന്റ് പോലെ അവർക്കത് ഉപയോഗിക്കാൻ കഴിയും. ഈ പറയുന്ന ഒരു റുമ്മാൻ പഴം തന്നെ ഇത്ര വലുതും ഇത്ര ബറക്കത്തും ഇത്ര ഖൈറാത്തുകളുമുള്ളതാവും. വയുബാറക്കു ഫിർ റിസിൽ, അതേപോലെ മൃഗങ്ങളിലുള്ള പാലുകളിൽ അവർക്ക് ബറക്കത്ത് നൽകപ്പെടും. സുബ്ഹാനഹു വ തആല അന്ന് മൃഗങ്ങളുടെ അകിടുകളിലും അതിൻ്റെ പാലുകളിലും അതിലുള്ള വിഭവങ്ങളിലും ബർക്കത്ത് നൽകും. അങ്ങനെ ഒരു കറവയുള്ള ഒരു ഒട്ടകമാണെങ്കിൽ, ഒരു പശുവാണെങ്കിൽ, കറവയുള്ള ഒരു ആടാണെങ്കിൽ, അതൊക്കെ ഒരു ഗോത്രത്തിന് മുഴുവനും അതിൻ്റെ പാല് മതിയാകുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ബർക്കത്ത് അവർക്ക് നൽകും. ആടാണെങ്കിൽ അൽ ഫഖിദ മിനന്നാസ്, അഥവാ ഒരു ഗോത്രം, അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഉണ്ടാകും, കുടുംബങ്ങൾ, അവർക്ക് മതിയാകുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്തുകൾ നൽകും എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. സഹീഹായ ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ഒക്കെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൊക്കെ വന്നതാണ്. ഇങ്ങനത്തെ ബറക്കത്തുകൾ, നിഅമത്തുകൾ, ഖൈറാത്തുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഭരണം നടത്തുന്ന ആൾ, ഇസ്ലാം മാത്രം, മുസ്ലിമീങ്ങൾ മാത്രം ഉള്ള സുന്ദരമായൊരു ലോകം ഈ ഭൂമിയിൽ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ ബുദ്ധിയിലിട്ട് ഇതിനെ തൂക്കാനോ അളക്കാനോ പോകാതെ സഹീഹായ ഹദീസുകൾ വന്നു, അത് നടക്കും. അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പ്രവചനം അത് സത്യമാണ്, അത് വിശ്വസിക്കൽ നമുക്ക് ബാധ്യതയാണ്. നമ്മളത് വിശ്വസിക്കുന്നു. ആമന്ന വസദ്ദഖ്ന, നമ്മളത് വിശ്വസിച്ചു, അത് സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അതാണ് മുഅ്മിനീങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ നിലപാട് അതായിരിക്കണം. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്, അദ്ദേഹം ഭരണാധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലാണ് ഈ ബറക്കാത്തുകളും ഖൈറാത്തുകളും ഉള്ളത്. ഭരണാധികാരിയായി ഉള്ള മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു സംഭവം ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ പറഞ്ഞ സഹീഹായ ഹദീസിൽ അദ്ദേഹം പറഞ്ഞ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ ബൈനി വബൈനഹു നബിയ്യുൻ, എന്റെയും ഈസാ അദ്ദേഹത്തിന്റെ ഇടയിൽ വേറെ നബിയില്ല. അവസാനത്തെ പ്രവാചകൻ ഞാനാണ്, എന്റെയും ഈസാ നബിയുടെ പിന്നെ ഈ ലോകത്ത് വേറൊരു നബി വരാനില്ല. വ ഇന്നഹു നാസിലുൻ, ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് നിശ്ചയം ഈസാ നബി ഇറങ്ങി വരും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂഹു, അദ്ദേഹം ഇറങ്ങി വന്നാൽ കാണുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ രൂപം, വേഷം, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. റജുലുൻ മർബൂഉൻ, അദ്ദേഹം മർബൂ എന്ന് പറഞ്ഞാൽ ഒരു മിതമായ, ഏറ്റവും ചെറിയ ആളുമല്ല, വലിയ നീണ്ട് പോയ ഒരാളുമല്ല, ഒരു മിതമായ വലിപ്പത്തിലുള്ള ആളാണ്. ഇലൽ ഹുംറത്തി വൽ ബയാൽ, ചുവപ്പ് വെളുപ്പ് അതിലേക്ക് ഉള്ള ആ രൂപത്തിലുള്ള ഒരു കളറായിരിക്കും അദ്ദേഹം. വെളുപ്പുണ്ട്, എന്നാൽ പൂർണ്ണമായി വെളുത്ത് പോയ ഒരു രൂപത്തിലല്ല, രക്തമില്ലാത്ത അതുപോലത്തെ ഒരു അവസ്ഥയിലല്ല, ചുവപ്പിലേക്ക് കലർന്നു വന്ന വളരെ ഭംഗിയുള്ള രൂപമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈന മുമസ്സറത്തൈൻ എന്ന് പറഞ്ഞാൽ മഹ്റൂദത്തൈൻ എന്ന് മറ്റേ ഹദീസുകളിൽ വന്ന അത് തന്നെയാണ്. കാണാൻ വളരെ അഴകുള്ള, വളരെ മഞ്ഞ നിറത്തിൽ, അതിൻ്റെ ഏറ്റവും ലളിതമായ രൂപത്തിലുള്ള ഒരു കളറിലേക്ക് ഉള്ള ആ രൂപത്തിലുള്ള 2 വസ്ത്രങ്ങൾ ധരിച്ച ആളായിരിക്കും. കഅന്ന റഅസഹു യഖ്തറു, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളം ഒറ്റു വീഴുന്നത് പോലെ. വഇല്ലം യുബില്ലഹു യുസിബ് വഇല്ലം യുസിബഹു ബലലുൻ,
വെള്ളവും നനവും തലയിൽ തട്ടിയിട്ടില്ലെങ്കിലും തലയിൽ നിന്ന് വെള്ളം മുറ്റു വീഴുന്നത് പോലത്തെ ഭംഗിയുള്ള മുടിയുള്ള ആളായിരിക്കും. ഫയുഖാത്തിലുന്നാസ അലൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആളുകളോട് അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കും. ഫയദുഖു സ്വലീബ വയഖ്തുൽ ഖിൻസീറ, കുരിശിനെ അദ്ദേഹം തകർക്കും, പന്നിയെ കൊല്ലും. ഈ പറയുന്ന ജിസിയ പോലത്തെ കാര്യങ്ങൾ പിന്നെ അന്നിൽ ഒന്നിരിക്കൽ മുസ്ലിം ആവുക, അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുക എന്നുള്ളതാണ്. മറ്റുള്ള സകല മാർഗങ്ങളും ആദർശങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നശിപ്പിക്കും. അങ്ങനെ ഫയംകുതു ഫിൽ അർളി 40 സനതൻ എന്ന ഭൂമിയിൽ 40 വർഷം അദ്ദേഹം താമസിക്കും എന്നാണ് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ. അങ്ങനെ സുമ്മ യതവഫ, അദ്ദേഹം വഫാത്താകും, മരണപ്പെടും. അദ്ദേഹത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ അന്നുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കും. ചില ഹദീസിന്റെ റിവായത്തുകളിൽ അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ 2 ഖലീഫമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വീട്ടിൽ അദ്ദേഹത്തെ ഖബറടക്കപ്പെടുമെന്നും ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസിന്റെ പണ്ഡിതന്മാർ അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞത് സ്വീകാര്യയോഗ്യമായ വഴികളിൽ കൂടെ സനദുകളിൽ പരമ്പരകൾ കൂടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും അല്ലാഹു അലം, അദ്ദേഹത്തിന്റെ പേരിൽ അന്നുള്ള മുസ്ലിമീങ്ങൾ മയ്യത്ത് നിസ്കരിക്കും. ഇമാം അബൂദാവൂദ് 40 വർഷം ഭൂമിയിൽ ജീവിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിലേക്ക് പറഞ്ഞതുപോലെ ഇമാം മുസ്ലിം അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞു ഇന്നഹു യംകുതു ഫിൽ അർളി 7 സിനീൻ, 7 വർഷം ഭൂമിയിൽ താമസിക്കും. അപ്പൊ 2 ഹദീസും തമ്മിൽ വൈരുദ്ധ്യമായി. അപ്പൊ പണ്ഡിതന്മാരത് പറഞ്ഞത് അദ്ദേഹം ഈ ഖിയാമത്ത് നാളിന്റെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്നാൽ 7 വർഷമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഭരണം നടത്തുന്നതും ജീവിക്കുന്നതും 7 വർഷമാണ്. ഈ ലോകത്ത് അദ്ദേഹം മുമ്പ് ജീവിച്ച കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ മുമ്പ് 33 വർഷക്കാലമായിരുന്നു അദ്ദേഹം ജീവിച്ചത്. മൊത്തം ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ കാലയളവ് 40 കാരണം ഇമാം മുസ്ലിം ഇതിൽ 7 വർഷം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനെ ഒരിക്കലും നമുക്ക് തള്ളാൻ ഒഴിവാക്കാൻ പറ്റാത്ത നിലക്കായതുകൊണ്ട് അതിന് കൃത്യമായ അർത്ഥം ഇബ്നു ഹജർ അസ്ഖലാനി പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ അതിന് പറഞ്ഞത് വിശദീകരിച്ചത് അങ്ങനെയാണ്. 7 വർഷം ഖിയാമത്ത് നാളിന്റെ ആ സമയത്ത് ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅ അനുസരിച്ച് ഭരണം നടത്തും. ഈ പറയുന്ന ഭൂമിയുടെ ഖൈറാത്തും ബറക്കാത്തുകളും മുഴുവനും നിറഞ്ഞ സമയത്ത് പരിശുദ്ധമായ പവിത്രമായ ഭൂമിയിൽ അദ്ദേഹം ഭരണം നടത്തും. അതിന്റെ മുമ്പ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കാലത്ത് അദ്ദേഹം ജീവിച്ച അന്ന് 33 വർഷക്കാലമാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ച് അതിന്റെ ശേഷമാണ് അള്ളാഹു അദ്ദേഹത്തിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത് എന്നൊക്കെയാണ് പണ്ഡിതന്മാരത് വിശദീകരിച്ച് പറഞ്ഞത്. അല്ലാഹു അലം. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഈ പറയുന്ന സംഭവങ്ങൾ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് സദസ്സിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഖിയാമത്ത് നാളിന്റെ സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് വിവാഹം കഴിക്കുവോ, കുട്ടികളുണ്ടാകുമോ? അപ്പോ ഫൗസാൻ ഹഫിളഹുല്ലാ അതിന് കൊടുത്ത മറുപടി, ഇമാം ഷാബി, പ്രമുഖനായ ഷാബി എന്ന് പറയുന്ന ഹദീസിന്റെ പണ്ഡിതൻ, അദ്ദേഹം ഹദീസ് പറയുന്ന സമയത്ത് സദസ്സിൽ വെച്ച് ഒരാൾ ചോദിച്ചു, ഇബ്ലീസിന് ഭാര്യയും കുട്ടികളുമുണ്ടോ? ഇബ്ലീസിന് ഭാര്യയും കുട്ടികളുമുണ്ടോ എന്ന്. ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹം അത് പറയുന്ന വോയിസ് നിങ്ങൾക്ക് യൂട്യൂബ് പോലത്തിലൊക്കെ നോക്കി അടിച്ചാൽ അത് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആ കല്യാണത്തിന് നമ്മെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ സമയത്ത് ഇറങ്ങി വരുമ്പോൾ വിവാഹം കഴിക്കുവോ, കല്യാണം ഉണ്ടാകുമോ, സൽക്കാരം ഉണ്ടാകുമോ, നമ്മുടെ ചിന്തയും മനസ്സും നമ്മുടെ ചോദ്യങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നതിലേറെ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പേടിക്കാനും ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളും ഈ പറയുന്ന ആ കാലഘട്ടം ഇങ്ങനത്തെ സംവിധാനങ്ങളും കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുമെന്ന് പറയുമ്പോൾ എന്റെ അവസ്ഥ അള്ളാഹുവേ എന്തായിരിക്കും? ഈ പറയുന്ന പരീക്ഷണങ്ങളും ഫിത്തനകളും വരുമ്പോൾ അതിൽ അകപ്പെട്ട് തകർന്നു പോകുമോ? അള്ളാഹുവിന്റെ ദീനും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അതിലായിട്ട് ജീവിച്ച് ഭരിച്ച് രക്ഷപ്പെടാൻ എനിക്ക് കഴിയോ? എന്റെ പിന്നീട് വരുന്ന തലമുറകൾക്ക് കഴിയോ? എന്തായിരിക്കും? നമ്മളും ഈ പറയുന്ന സംഭവങ്ങൾ, മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെയും കൊണ്ട് അഭയം തേടുന്ന തൂരിസീന പർവ്വതം എത്ര ദൂരത്താണ്? മദീനം എത്ര ദൂരത്താണ്? നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ, ഏത് ലോകത്തേത് സമൂഹത്തിന്റെ ഇടയിലാണ്? ഇന്ന് തന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ആദർശത്തിന്റെ ദീനിന്റെ പേരിൽ ഒറ്റപ്പെടലുകൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അങ്ങനത്തെ വില കുറഞ്ഞ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നതിന് പകരം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ള മഹാനായ ആ ഹദീസ് പണ്ഡിതൻ ഇമാം ഷാബി റഹ്മത്തുള്ളാഹി ആ ഇമാമിന്റെ അധ്യാപനങ്ങൾ തെളിവ് പിടിച്ചുകൊണ്ട് അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞ
ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കുകയോ ഇല്ലേ പോലത്തെ കാര്യങ്ങൾ ഹദീസുകൾ വന്നത് എനിക്കറിയുകയില്ല, കണ്ടിട്ടില്ല. നമ്മളെ ഉത്കണ്ഠപ്പെടുത്തേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും നമ്മൾ അള്ളാഹുവിനോട് കേണപേക്ഷിക്കേണ്ടതും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ദുആ ചെയ്യേണ്ടതും അള്ളാഹുവിൻ്റെ ദീന് അതിൽ അടിയുറച്ച് നിന്ന് അള്ളാഹുവിൻ്റെ ത്വാഅത്തും സൽക്കർമ്മങ്ങളും അതിൽ മുന്നേറി നമ്മളും നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ പിൻതലമുറകളും മുഅ്മിനീങ്ങളും സുരക്ഷിതരായി അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോയി അതിലായി മരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കഴിവിൻ്റെ പരിധി ഒരുക്കുക, അതിന് ദുആ ചെയ്യുക, അതിന് പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.